ഞാൻ മരിച്ചാൽ എന്നെ ഇവിടെ തന്നെ കുഴിച്ചിടണമെന്ന് പറയുക, ഇങ്ങനെയൊക്കെ പറയുന്ന രീതിയിലാണ്. സങ്കടകരമായ ഒരു മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ ഷൂട്ടിംഗ് സമയത്ത്, അങ്ങനെ പറയാൻ പറ്റും മനസ്സിൽ ഓർത്ത് വരുന്ന ആ സങ്കടകരമായ ഒരു മുഹൂർത്തം ഉണ്ടായിരിക്കും സാർ? തെറ്റാണ്, ഇത് കുറച്ചധികം ആൾക്കാരുടെ ഒരു ജീവിതമാണ് എന്നൊന്നും മനസ്സിലാക്കാതെ ഉള്ളൊരു, നമ്മളിത് തുടങ്ങുമ്പോൾ, ഇത് സിനിമയാക്കാനായിട്ട് തീരുമാനിക്കുമ്പോൾ ഒന്നും ഇത്രയധികം. സാറിനെ സംബന്ധിച്ചിടത്തോളം ചെയ്തു വെച്ചിരുന്ന സിനിമ നേരത്തെ പറഞ്ഞു, കാഴ്ചയിൽ നിന്നും തുടങ്ങുന്നു, സംവിധായകനായി തുടങ്ങുന്നു, തന്മാത്ര ഉൾപ്പെടെ അങ്ങനെ പല സിനിമകൾ, ഇവൻ ഉൾപ്പെടെ പല സിനിമകൾ ചെയ്തു വരുമ്പോൾ സാറിൻ്റെ മനസ്സിൽ ഏറ്റവും ആഴത്തിൽ തറച്ചിരിക്കുന്ന സിനിമ ഇതായിരിക്കുമെന്ന് പറയാൻ കഴിയും? പക്ഷെ പുള്ളി അതിൻ്റെ അകത്ത് അമ്പേ പരാജയമായിട്ട് പുള്ളി തന്നെ പറഞ്ഞ അടുത്ത പ്രാവശ്യം ഞാനില്ല, കാരണം ഇതിനെ കൊണ്ടൊന്നും. സിനിമയിൽ എഴുതിയപ്പോൾ അത് പുസ്തകത്തിലില്ലാത്തൊരു സീൻ. ഞാൻ എനിക്ക് ചോദിക്കുമ്പോൾ ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു സീനാണത് എഴുതിയതിൽ. കാരണം എനിക്ക് തന്നെയല്ല, ഈ സിനിമ ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഉള്ളൊരു സിനിമയാണ്. ഇത് നമ്മൾ തമാശയായിട്ട് പറയുന്നത് മൊബൈലിൽ കിട്ടുന്നവന്. ഞാൻ പല ആൾക്കാരുടെയും ഞാൻ അവരുടെ കുടുംബത്തിൽ ഫോണിൽ സംസാരിക്കുകയും, ഈസ്റ്ററിന് ആൾക്കാർ കിച്ചണിലൊക്കെ കയറി ഈസ്റ്ററിൻ്റെ മുട്ടയും മുട്ട റോസ്റ്റും അതും ഇതൊക്കെ ഉണ്ടാക്കി, അങ്ങനെ വിഷുവിന് കൊന്നപ്പൂ ഓക്സിജനിൽ വമ്പിച്ച വിലക്കുറവുമായി കേരളം കൂളാകും AC ഡിസ്കൗണ്ട് സെയിൽ. ഓക്സിജൻ, the cooling expert. നമസ്കാരം. എന്താ പറയാമെന്ന് എനിക്കറിയില്ല, ആരുടെ മുമ്പിലാണ് ഇരിക്കുന്നതെന്ന് പോലും എനിക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഒരാളുടെ മുമ്പിൽ. കാരണം ചെയ്തു വെച്ച സിനിമകളെല്ലാം ഒന്നിനൊന്നിനും മെച്ചം. അപ്പം ലാസ്റ്റ് ആടുജീവിതം, ഒരു മനുഷ്യൻ്റെ ജീവിതകഥ പറയുന്ന സിനിമ, അത് പ്രേക്ഷകർ ഇരു കൈ നീട്ടി സ്വീകരിച്ചതിൻ്റെ സന്തോഷത്തിൻ്റെ മുഹൂർത്തത്തിലാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ബ്ലെസ്സി സാറിനെ കാണാൻ എത്തിയത്. സാറ് ഒത്തിരി സന്തോഷം. നല്ലൊരു സിനിമയാണ് ലോകത്തുള്ള എല്ലാവർക്കും താങ്കൾ സമ്മാനിച്ചത്. താങ്കളുടെ അധ്വാനത്തിൻ്റെ ഫലം, താങ്കളുടെ കാത്തിരിപ്പിൻ്റെ ഫലം ഞങ്ങൾ പ്രതീക്ഷന് അപ്പുറത്തേക്ക് തന്നു. എന്ത് തോന്നുന്നു ഈ നിമിഷം? സന്തോഷം തോന്നേണ്ട നിമിഷങ്ങളാണ്. പക്ഷെങ്കിൽ പലപ്പോഴും അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും ആദ്യം ഈ സമയങ്ങളിൽ എനിക്ക് വേദനയും പ്രയാസവും തോന്നുന്നത്, പ്രേക്ഷകർ വളരെയധികം മാനിച്ചു, സ്നേഹിച്ചു, അതിനെ ഏറ്റെടുത്തു. ഒപ്പം പോലും തമാശനാണോ അല്ലാതാണേ പോലും ഈ കുറച്ച് ആൾക്കാർ ഇത് മൊബൈലിൽ ഷൂട്ട് ചെയ്യുക, ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുക എന്നൊക്കെ പറയുന്ന രീതിയിലുള്ളൊരു വലിയൊരു മോശമായ പ്രവണത എല്ലാ സിനിമകൾക്കും ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇത് വളരെയധികം വ്യാപിച്ച് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത്, എനിക്ക് സിനിമയോട് മാത്രമല്ല, ഇതൊരു നമ്മുടെ മനുഷ്യൻ്റെ ഒരു സാധാരണ ഒരു കഷ്ടപ്പാടുകൾ, വേദനകൾ, അല്ലെങ്കിൽ ഒരാൾക്ക് എങ്ങനെയാണ് ഇതിലേക്കൊക്കെ എത്തിച്ചേരാൻ പറ്റുന്നതെന്ന് കഴിയുമ്പം നമുക്ക് ചേർന്ന് സഹകരിക്കുക, പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതിനെക്കാട്ട് ചിലപ്പോൾ അവർ ചെയ്യുന്ന തെറ്റ് എന്താണെന്ന് അവർക്ക് അറിയത്തില്ലായിരിക്കും. ഇതൊരു തെറ്റാണ്, ഇത് കുറച്ചധികം ആൾക്കാരുടെ ഒരു ജീവിതമാണ് എന്നൊന്നും മനസ്സിലാക്കാതെ ഉള്ളൊരു, ഇതുകൊണ്ടൊന്നും ആരും വലിയ ഗുണമോ ലാഭമോ ഒന്നും ഉണ്ടാക്കുന്നില്ലെന്നുള്ളതാണ്. പണത്തിന് വേണ്ടിയല്ല, ഒരു ശീലമായി പോകുന്ന ചില സ്വഭാവങ്ങൾ. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഓർക്കുമ്പോൾ എന്താണ് പറയുക എന്നറിയാൻ വയ്യാത്തൊരവസ്ഥയുണ്ട്. തീർച്ചയായിട്ടും അത്തരം ഒരു സംഭവങ്ങൾ പല സിനിമയ്ക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഒരു സിനിമയുടെ ഒരു കാത്തിരിപ്പ്, 16 വർഷത്തെ ഒരു അധ്വാനം, എത്രയോ പേരുടെ അധ്വാനം, ആരൊക്കെ ഏതൊക്കെ രീതിയിൽ അവരുടെ ശരീരം വരെ മാറ്റിയെടുത്ത ഒരു കണ്ട അത്തരം സിനിമകൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന പ്രയാസം സാറിനോടൊപ്പം തന്നെ പ്രേക്ഷകരെന്നതിന് ഞങ്ങൾക്കും ഉണ്ടാകുന്നു. അല്ല, അത് തന്നെയല്ല, ഈ സിനിമ ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഉള്ളൊരു സിനിമയാണ്. ഇത് നമ്മൾ തമാശയായിട്ട് പറയുന്നത് മൊബൈലിൽ കിട്ടുന്നവന് സിനിമ കാണാനുള്ളൊരു പരസ്യം പോലെ തോന്നത്തുള്ളൂ എന്ന് പറയും. എന്നാൽ പോലും നമുക്കത് കേൾക്കുമ്പോൾ നമുക്ക് വലിയൊരു വേദനയാണ്. അത് അങ്ങനെയുള്ളവർ ഈ പണ്ട് ചൊല്ല എന്തിനാ വാപ്പ എന്നെ തല്ലുന്നു, ഞാൻ നന്നാകില്ല എന്ന് പറഞ്ഞാൽ ആ കൂട്ടത്തിൽ നമ്മൾ വിടേണ്ടി വരും. പക്ഷേ നമ്മളങ്ങനെ വിടാൻ തീരുമാനിച്ചില്ല. അതിൻ്റെ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകണം. ഉറപ്പായിട്ടും അതിന് മാധ്യമങ്ങൾ എല്ലാ പിന്തുണയും സാറിനുണ്ടാവും. താങ്ക് യു. ഈ ഇത്ര വർഷം 16 വർഷത്തെ കാത്തിരിപ്പ് സാറേ,
എനിക്ക് തോന്നുന്നു ചെയ്തു വെച്ച സിനിമകൾ നേരത്തെ പറഞ്ഞ എല്ലാം ഒന്നിനൊന്നിനും മെച്ചം. ഇതിലേക്ക് ഇത്രയും സമയം സാറിൻ്റെ ഒരു മനസ്സ് എങ്ങനെയാണ് സാർ യാത്ര ചെയ്തത്? നമ്മളിത് തുടങ്ങുമ്പോൾ, ഇത് സിനിമയാക്കാനായിട്ട് തീരുമാനിക്കുമ്പോൾ ഒന്നും ഇത്രയധികം ദൂരം സഞ്ചരിക്കണമെന്ന് വിചാരിച്ചിരുന്നില്ല. കാരണം ഒരു 2-3 വർഷത്തെ അധ്വാനം ഇത് ആവശ്യപ്പെടുന്നുണ്ട്, സിനിമ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫോർമേഷൻസ്, താടി, മുടി, കാര്യങ്ങൾ, വളർച്ച എന്നൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒരു ഷെഡ്യൂൾ ചെയ്തിരുന്നു, ഒരു 3-4 ഷെഡ്യൂളായിട്ട് തന്നെയാണ് ഇത് ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെങ്കിൽ അതിൽ നിന്ന് വിപരീതമായി വെരി ബിഗിനിങ് ഇറ്റ് സെൽഫ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു കൃത്യമായ ഒരു പ്രൊഡക്ഷൻ നിർമ്മാതാവ് ഇല്ലാതാകുക, അല്ലെങ്കിൽ ചിലർ ഏറ്റെടുത്തിട്ട് പിന്മാറുക എന്നൊക്കെ പറയുന്ന പലതരത്തിലുള്ള ഇനിഷ്യൽ ഘടകങ്ങൾ ഇതിനെ ബാധിച്ചിരുന്നു. പിന്നീട് ഇത് സിനിമയാക്കാനായിട്ട് ഉള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പല കാര്യങ്ങളും മുന്നോട്ട് പോയി റഹ്മാൻ സാറിനെ ഫിക്സ് ചെയ്യുന്നു. അപ്പം സമയമെടുത്തെങ്കിൽ പോലും അതിലേക്കൊക്കെ എത്തുവാൻ തുടക്കകാലത്ത് ഒരുപാട് സമയം വേണ്ടി വന്നു എന്നുള്ളത് വളരെ യാദൃശ്ചികമാണ്. പക്ഷേ 2018 നമ്മൾ ഷൂട്ടിങ് തുടങ്ങി. പിന്നെ ഡെസേർട്ട്, ഇപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഈ 250 എഡിഷൻ വായിച്ചു തീർത്ത ഒരു വായനക്കാരൻ്റെ ഒരു വലിയ ഒരു ബിംബങ്ങളുണ്ട്. അവൻ കണ്ടിട്ടുള്ള കാണാത്ത ഡെസേർട്ടുകളുണ്ട്. അപ്പം ഇതിനോട് കുറച്ചെങ്കിലും നീതി പുലർത്തുന്ന, അല്ലെന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ നിൽക്കുന്ന ഒരു ബിംബങ്ങൾ കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ചിലപ്പം സിനിമ വലിയൊരു പരാജയമായി മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ലൊക്കേഷൻ പ്രേക്ഷകരുടെ മനസ്സിലുള്ളതുപോലെയോ അല്ലെങ്കിൽ അതിനേക്കാൾ മെച്ചമായതോ ഒന്നായിരിക്കണം എന്നുള്ളതൊരു വലിയ ആഗ്രഹമായിരുന്നു. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളും ഒരുപാട് സമയം നഷ്ടപ്പെടുത്തി. കാരണം പലയിടത്തു നിന്നും നമുക്ക് കൃത്യമായ മറുപടി ഇല്ലാതാകുക, അല്ലെങ്കിൽ നമ്മളെ നിഷേധിക്കപ്പെടുക, അല്ലെങ്കിൽ ഞാൻ ഇതിന് ലൊക്കേഷൻ തേടിയുള്ള യാത്രകൾ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇനിയും മരുഭൂമികൾ കുറച്ച് ഈ നോർത്ത് അമേരിക്ക അങ്ങനെയൊക്കെയുള്ള ചില സ്ഥലങ്ങൾ മാത്രമേ ഒഴിവാക്കിയിട്ടുള്ളൂ എന്ന് തോന്നുന്നു. എന്നുവെച്ചാൽ മൊറോക്കോ, ആഫ്രിക്കൻ കൺട്രീസൊക്കെ കുറേ അധികം പോയിട്ടുണ്ട്. മൊറോക്കോ, ഈജിപ്റ്റ്, ടുണീഷ്യ, അൾജീരിയ, ജോർദാൻ, മസ്കറ്റ്, ഒമാൻ, ഖത്തർ, കുവൈറ്റ്, സൗദി, അബുദാബി, ലിവ ഡെസേർട്ട്, ഈവൻ രാജസ്ഥാൻ. ഇപ്പം ഇങ്ങനെ കുറേ അധികം ഡെസേർട്ടുകൾ തേടിയിട്ടാണ് അവസാനം ജോർദാനിലും അൾജീരിയയിലുമായിട്ട് ഇത് ഷൂട്ട് ചെയ്യുന്നത്. ആ യാത്രയുടെ കാര്യങ്ങൾ എന്നോട് കുറച്ച് മുമ്പ് നമ്മുടെ ക്യാമറമാനും അസോസിയേറ്റും പറഞ്ഞിരുന്നു. ആ യാത്രയുടെ ഭീകരതയെക്കുറിച്ച് പറഞ്ഞു, സാറിൻ്റെ ആ ബുദ്ധിമുട്ടുകളെക്കുറിച്ച്, ആ വണ്ടിയൊക്കെ പോയി കേടായി കിടന്ന സംഭവമൊക്കെ പറഞ്ഞു. ഞങ്ങൾക്ക് അത്ഭുതപ്പെട്ടു പോയി സാർ. എന്തുമാത്രം ക്ഷമയായിരുന്നു സാറിനുണ്ടായിരുന്നെന്ന് ഞാൻ ആലോചിക്കുകയാണ്. അങ്ങനെ ഒരു നമുക്കൊരു നമ്മൾ പലപ്പോഴും നമ്മൾ ഈ സ്വപ്നങ്ങൾക്ക് പുറകെ സഞ്ചരിക്കുമ്പോൾ ഇതൊരു സ്വപ്നമല്ല, ആകും എന്നുള്ളൊരു, ഞാൻ പ്രണയം സിനിമയിൽ ഞാൻ എഴുതിയിട്ടുണ്ട്, സ്വപ്നങ്ങളെക്കാൾ മനോഹരമാണ് ജീവിതം, ജീവിക്കാൻ അറിയാമെങ്കിൽ. അപ്പം സ്വപ്നത്തിനെയും ജീവിതത്തിനെയും ഒരുമിച്ച് ചേർത്ത് വയ്ക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അതാണ് ഈ സിനിമയുടെ പിന്നിലുള്ള സഞ്ചാരം. സാറിന് ഏറ്റവും സങ്കടകരമായ ഒരു മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ ഷൂട്ടിംഗ് സമയത്ത്, അങ്ങനെ പറയാൻ പറ്റും, മനസ്സിൽ ഓർത്ത് വരുന്ന ആ സങ്കടകരമായ ഒരു മുഹൂർത്തം എന്തായിരിക്കും സാർ? ഷൂട്ടിങ്ങിൻ്റെ ഇത് നമ്മൾക്ക് പലപ്പോഴും ഷൂട്ടിംഗ് സമയത്തുണ്ടാകുന്ന സങ്കടകരമായ കാര്യങ്ങൾ സ്ഥിരമായി നമുക്ക് അതിൻ്റെ ഒരു കറക്റ്റ് ഒരു റിസൾട്ട് കിട്ടാതെ വരുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ പ്രതിസന്ധികൾ എന്നൊക്കെ പറയുന്ന പല ഘടകങ്ങളായിരിക്കും നമുക്കുണ്ടാകുക. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് അതിലേക്ക് എത്താൻ പറ്റാതെ വരുന്ന ഒരവസ്ഥയുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് വളരെയധികം ഏറ്റവും നമ്മളെ വേദനിപ്പിച്ച, അല്ലെങ്കിൽ നമ്മളെ ഭയപ്പെടുത്തിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 2020 മാർച്ച് 9 നമ്മളൊരു സെക്കൻഡ് ഷെഡ്യൂൾ എന്നുള്ള രീതിയിൽ നമ്മൾ ജോർദാനിലേക്ക് പോകുന്നത്. അപ്പം ആ സമയത്ത് രാജുവും ഇതിൻ്റെ ശരീരഭാരം കുറയ്ക്കാനായിട്ട് യാത്ര ചെയ്തിരിക്കുകയാണ്.
അപ്പോൾ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര രസകരമായ ലൊക്കേഷനിലെ പുതിയൊരു താമസമിടം, ഒരു റിസോർട്ട് മുഴുവൻ പല രാജ്യത്തു നിന്നുള്ള ആൾക്കാർ, വൈകുന്നേരം ഡാൻസും പാട്ടും, അങ്ങനെ ഭയങ്കര ഒരു വലിയൊരു ഗ്യാതറിങ് നടക്കുന്ന ഒരു ഇടം. പെട്ടെന്ന് 2 ദിവസത്തിനുള്ളിൽ ലോകം മുഴുവൻ പെട്ടെന്ന് എന്തോ ഒരു ഭീതി പരത്തിക്കൊണ്ടൊരു വ്യാപനം എന്ന് കേൾക്കുകയും ഈ നമ്മളെ ഈ പറഞ്ഞതിൻ്റെ തൊട്ട് ഈച്ചകളൊക്കെ പറന്നു പോയെന്നൊക്കെ പറയുന്നതിൻ്റെ തൊട്ട് നെക്സ്റ്റ് ഡേ നോക്കുമ്പോൾ ഈ 3-4 ബസ്സുകളിലുണ്ടായിരുന്ന ഈ വിദേശീയരെ ആൾക്കാർ കംപ്ലീറ്റ് മാറുകയും ഞങ്ങൾ 3-4 പേര് മാത്രം അവശേഷിക്കുക ഇതിനുള്ളിൽ. അപ്പം അപ്പോഴത്തേക്ക് അതിൻ്റെ അടുത്ത ദിവസം ഇവിടെ നിന്നുള്ള നാട്ടിൽ നിന്നുള്ള ക്രൂ വന്നിറങ്ങുന്നു, മറ്റേ ജോർദാനിയൻ ക്രൂ വരുന്നു. പക്ഷെങ്കിൽ അതിനു മുമ്പ് രാജു വരുന്നു. രാജു അന്നേരം ഭയങ്കരമായ ശരീരഭാരം 30 കിലോ 32 കിലോ കുറച്ചിട്ടൊക്കെയാണ് വരുന്നത്. അപ്പോഴും നമ്മൾ ഭയന്നില്ല. കാരണം നമുക്ക് എന്താ പറയുക, ഇതൊരു നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ 1 ആഴ്ച 2 ആഴ്ചക്കുള്ളിൽ ശരിയാകുമായിരിക്കും എന്നുള്ളത് ഉള്ളൂ. ഇത് ഇത്രയും കാലത്തേക്ക് പോകുമെന്നൊന്നും കരുതില്ല. പക്ഷെങ്കിൽ പിന്നീട് അമേരിക്കയിൽ നിന്ന് ഒരു ആർട്ടിസ്റ്റ് വരണമായിരുന്നു, അയാൾക്ക് ട്രാവൽ ബാൻ ഉണ്ടാകുന്നു. ഒമാനിൽ നിന്നും അബുദാബിയിൽ നിന്നും വരുന്ന ആൾ എയർപോർട്ടിൽ തങ്ങുന്നു, അവരെ ക്വാറൻറ്റൈനിൽ മാറ്റുന്നു. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ചുറ്റും പിടിമുറുകുന്ന പോലെ തോന്നുക. ഇയാൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഒരു മനുഷ്യൻ 30ഓളം കിലോ ഭാരം കുറച്ചിട്ടിരിക്കുന്നത് നമുക്ക് ഷൂട്ട് ചെയ്യണം, ഷൂട്ട് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ഈ ഷെഡ്യൂൾ ഇല്ലാത്തൊരു കാര്യത്തിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റത്തില്ല. ഈ ഒരു ടെൻഷൻ ഒരു ഭാഗത്ത്, ഇത്രയും ഭയങ്കരമായ സാമ്പത്തിക ചെലവോടുകൂടി ഈ 19 ആൾക്കാർ, അതായത് ഒരു ഭാരിച്ച എമൗണ്ട്, താമസവും ഭക്ഷണവും എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒരു 100 രൂപയാണ് അവരുടെ ഒരു ജോർദാനിയൻ ദിനാറിന് വരുന്നത്. അപ്പോൾ അത്ര വലിയൊരു സാമ്പത്തിക പ്രയാസങ്ങളുണ്ടാകുന്ന ഘട്ടങ്ങൾ. അവിടെ ഞങ്ങളൊരു 2 മാസം വെറുതെ ആൾക്കാർ താമസിക്കുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു വലിയൊരു ചിലവുണ്ട്, പാഴ്ചെലവ് എന്ന് പറയുന്ന സാധനം. അപ്പം അവിടെയും ഞങ്ങൾ സ്ട്രഗിൾ ചെയ്ത് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നു. കാരണം ഇദ്ദേഹത്തിനെയും ഹക്കീം നമ്മുടെ കൂടെ ഉണ്ട്, ബാക്കിയുള്ളവർക്ക് ആർക്കും വരാൻ പറ്റുന്നില്ല. പക്ഷേ നമ്മൾ അത് നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റത്തില്ല. വളരെ ശ്രമകരമായി നമ്മൾ ഷൂട്ട് ചെയ്യുന്നു. ഇടയ്ക്ക് ഒരാഴ്ച ഷൂട്ട് ചെയ്യും, അവിടുന്ന് വീണ്ടും ഉത്തരവ് വരും, ഷൂട്ടിംഗ് മുടങ്ങും, വീണ്ടും ഒരു 2-3 ആഴ്ച വെറുതെ ആയിരിക്കും, വീണ്ടും എങ്ങനെയെങ്കിലും ശ്രമിച്ചത് വീണ്ടും ഷൂട്ടിങ് തുടങ്ങും, രഹസ്യമായി ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പം സാധാരണ ഒരു യാത്ര ചെയ്യുന്ന റൂട്ടിൽ നിന്ന് മാറി ഡെസേർട്ടിനുള്ളിലൂടെ ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ റോഡിലൂടെ, മെയിൻ റോഡിലൂടെ അല്ലാതൊക്കെ പോയി. പക്ഷേ കൃത്യമായി എല്ലാവരും സെറ്റിൽ ചെന്നു. ഞാനും ക്യാമറാമാനും വേണ്ടിയുള്ള വണ്ടി. അപ്പം നമുക്കിത് റൂട്ടും കാര്യങ്ങളും ഇപ്പം അതെല്ലാം അറേഞ്ച്ഡ് ആണല്ലോ. ഞങ്ങളുടെ വണ്ടി മാത്രം ഈ റോഡിൽ കൂടെ പോകുന്നത്, ഒരു പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ കൂടെ. പോലീസ് തടഞ്ഞു നിർത്തി ഞങ്ങളെ വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. അപ്പം നമ്മൾ അന്നേരം പറഞ്ഞ് പഞ്ചാബി ഹൗസിലെ ജബ ജബ എന്ന് പറയുന്നതിൻ്റെ തൊട്ട് ഇവർ ചോദിക്കുന്നൊന്നും നമുക്കറിയില്ല, മലയാളമല്ല, ഒന്നും പറയണ്ട. അവർ പാസ്പോർട്ട് ചോദിക്കുന്നു, മറ്റേ ചോദിക്കുന്നതൊക്കെ ചെയ്യുന്നു. ഡ്രൈവർക്ക് അറബി അറിയാം. അപ്പം പിന്നെ നമ്മുടെ ജോർദാൻ പയനിയേഴ്സിൻ്റെ ഫുൾ മെയിൻ ക്രൂ ആൾക്കാർ വന്നിട്ടാണ് ഞങ്ങളെ അവിടുന്ന് വിടുന്നത്. അപ്പം ഞങ്ങൾ പൊട്ടന്മാരെ പോലെ അവിടെ നിന്ന് കണ്ടു, കാര്യങ്ങൾ വർത്താനം പറഞ്ഞു. അപ്പം ഇങ്ങനെ നിരന്തരം പ്രയാസങ്ങളിൽ കൂടെ കടന്നുപോയ ആ കാലഘട്ടം തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രയാസമുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ. അവിടെ ഓരോരുത്തരുടെ മാനസികമായ പ്രയാസങ്ങളോ, ചിലർക്ക് വീട്ടിൽ പോകണം, നടന്നു പോയിക്കോളാം എന്ന് പറയാം, ഡെസേർട്ടിൽ കൂടെ എങ്ങനെ പോയാൽ മതി, ചിലർക്ക് ഞാൻ മരിച്ചാൽ എന്നെ ഇവിടെ തന്നെ കുഴിച്ചിടണമെന്ന് പറയുക, ഇങ്ങനെയൊക്കെ പറയുന്ന രീതിയിൽ അങ്ങ് ആൾക്കാർക്ക് ഭയങ്കരമായി ഓരോ ദിവസം കഴിയുന്തോറും തിരിച്ചിനി മടങ്ങാൻ പറ്റത്തില്ല എന്ന് തോന്നുന്ന അവസ്ഥ ഉണ്ടാവുക. അപ്പോൾ അവിടെ ഒരു വലിയ അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ടി വന്ന ഒരവസ്ഥ ഉണ്ട്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഇതിൻ്റെ എനിക്ക് എന്തിനു വേണ്ടി ഞാൻ ഇറങ്ങിത്തിരിച്ചോ അതെനിക്ക് നടക്കാതെ വരുമ്പോഴും ഭാരിച്ച സാമ്പത്തിക ചിലവുണ്ടാകുന്നു എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു വലിയൊരു ഭാരമുണ്ടല്ലോ. പക്ഷേ അവിടെയൊക്കെ
അതിനെയൊക്കെ ഫേസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ഇവിടെയൊക്കെ ഒരു ഈശ്വര ഭാഗ്യം പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇത് തുടങ്ങുമ്പം ഇത് ലൊക്കേഷൻ കാണാൻ പോകും ഒരു റംസാൻ മാസം. എന്നോട് കുറച്ച് മുമ്പ് പറഞ്ഞപ്പോഴാണ് റംസാൻ മാസത്തിലാണോ, അവർക്കെല്ലാം നോയമ്പാണ്, ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടാവും. ഇത് റിലീസ് ഒരു റംസാൻ മാസം, എല്ലാം കൂടെ ചേർന്ന് വന്ന് ഇന്ന് നമ്മൾ ഇരിക്കുന്നത് ദുഃഖവെള്ളി അല്ല, എല്ലാം കൊണ്ട് ഒരു ഈശ്വര ഒരു അനുഗ്രഹം ഈ പടത്തിനുണ്ടായിട്ടില്ല സാർ? തീർച്ചയായിട്ടും അത് ഈ സിനിമയ്ക്കെന്ന് മാത്രമല്ല, ഞാൻ ഒരു വലിയ വിശ്വാസങ്ങളിൽ കൂടെ സഞ്ചരിക്കുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് ഒരുപാട് പ്രതിസന്ധികൾ ഈ സിനിമയ്ക്ക് വന്ന് ഇപ്പം എന്തെങ്കിലും ഒരു തടസ്സം വന്നു കഴിഞ്ഞാൽ നമുക്കതൊരു വലിയ പ്രശ്നമല്ലാതിരിക്കണം. കാരണം ഇത് ഞങ്ങളത് പ്രതീക്ഷിക്കും. ഈ സിനിമയുടെ ഒരു കാര്യമായിരുന്നു, ഈ സിനിമയ്ക്ക് റിലീസിന് മുമ്പ് വരെ അതിൻ്റെ ഓരോ പ്രോസസ്സുകൾ. അപ്പം അറിയാതെ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ വരുമ്പോഴും നമുക്കതങ്ങ് യൂസ്ഡായ പോലെ ആയിട്ടുണ്ട്. പക്ഷെങ്കിൽ ആ പ്രതിസന്ധികളിലൊക്കെ ഭയങ്കരമായിട്ടൊരു ഈശ്വരാനുഗ്രഹം ഉണ്ട് എന്നുള്ളതാണ്. ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം എത്ര കഷ്ടപ്പെട്ടാലും അത് പ്രേക്ഷകരിലെത്തുമ്പം ഈ പ്രതിസന്ധി ഒന്നും ഇല്ലാതെ അവർ ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നതാണല്ലോ അതിൻ്റെ ഏറ്റവും വലിയ സക്സസ് എന്ന് പറയുന്നത്. അപ്പം അത് ഒരു വളരെ യുനാനിമസായിട്ട് ഒരു ഇതുണ്ടാകുന്നു എന്ന് പറയുന്നത് വലിയ അനുഗ്രഹമാണ്. സാർ കുറച്ച് മുമ്പ് പറഞ്ഞപ്പോഴാണ് എനിക്കും ആ വേദന ഉണ്ടായത്. സാറ് പറഞ്ഞല്ലോ, ചില ആളുകൾ പറയുന്നു ഞാൻ നടന്ന് മരുഭൂമിയിലൂടെ പോകാം, ചില ആളുകൾ പറയുന്നു മരിച്ചാൽ ഇവിടെ തന്നെ കുഴിച്ചിട്ടതിന് തെറ്റില്ല എന്ന് പറഞ്ഞു. അവരോടൊക്കെയുള്ള സാറും മറുപടി പറഞ്ഞ് നിൽക്കാൻ എങ്ങനെ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പം ഞാൻ പല ആൾക്കാരുടെയും അവരുടെ കുടുംബത്തിൽ ഫോണിൽ സംസാരിക്കുകയും അവരെ പിന്നെ അപ്പം നമുക്കിത് ഒരു മാനസികമായി ഇവരെ തനിച്ചാക്കരുതെന്നുള്ളൊരു തോന്നലുണ്ടായി. ആ തോന്നലുണ്ടായപ്പോഴാണ് നമ്മൾ ആദ്യം വരുമ്പം വൈകുന്നേരങ്ങളിൽ അവരൊരു പാട്ട് വെച്ച് ഡാൻസൊക്കെ ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞതിൻ്റെ കൂട്ട് നമ്മളൊരു ക്ലബ് ആക്ടിവിറ്റി മാതിരി നമ്മൾ വൈകുന്നേരങ്ങളിൽ എല്ലാവരും കൂടെ ഒത്തുകൂടുക, സംസാരിക്കുക, പാട്ട് വെക്കുക, ഡാൻസ് കളിക്കുക, ചിലർ പാട്ട് പാടുക എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. പിന്നീട് നമ്മൾ ഒരു ക്രിക്കറ്റ് ബാറ്റും ഇതൊക്കെ ഡോക്യുമെൻ്ററിയിൽ എല്ലാവരും കണ്ട. അപ്പോൾ അങ്ങനെയുള്ള കളികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോരുത്തർ എൻഗേജ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഈ ദുഃഖവെള്ളി ഒക്കെ നമ്മൾ വലിയ ഒരു കുരിശൊക്കെ ഉണ്ടാക്കി ഭയങ്കരമായിട്ടുള്ള പ്രോസഷൻസ് കാര്യങ്ങളൊക്കെ നടത്തി. ഈസ്റ്ററിന് ആൾക്കാർ കിച്ചണിലൊക്കെ കയറി ഈസ്റ്ററിൻ്റെ മുട്ടയും മുട്ട റോസ്റ്റും ഇതൊക്കെ ഉണ്ടാക്കി. അങ്ങനെ വിഷുവിന് കൊന്നപ്പൂ തുണി കൊണ്ടുണ്ടാക്കി കണിയൊക്കെ വെച്ച് ഓരോരുത്തരുടെയും റൂമിൽ പോയി കണി കാണുന്ന നേരം പാട്ടൊക്കെ വെച്ച് എല്ലാവരെയും ഉണർത്തി. അപ്പോൾ അങ്ങനെ പിന്നീട് ഒരു ഭയങ്കര അതിനെ പരസ്പരം മുടി വെട്ടിക്കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക, അങ്ങനെ ഭയങ്കര ഒരു ലൈവാക്കി കാര്യങ്ങൾ. അപ്പോൾ പിന്നെ ആർക്കും തനിച്ചല്ലെന്നും ഒറ്റപ്പെട്ട ഒരു അവസ്ഥയൊക്കെ മാറി. അതൊരു വലിയൊരു വലുപ്പം ചെറുപ്പമൊന്നും ഇല്ലാതെ ഒരു വലിയൊരു ടീം സ്പിരിറ്റ് ഉണ്ടാക്കി. ആ ടീം സ്പിരിറ്റാണ് ഈ പറഞ്ഞതിൻ്റെ തൊട്ട് പിന്നീടുള്ളൊരു ഷൂട്ടിങ്. നമ്മൾ ലാസ്റ്റ് ഷെഡ്യൂൾ ആണ്ട് ഒരു 75 ദിവസമോളം ഒറ്റ സ്ട്രെച്ചിന് നമ്മൾ ഡെസേർട്ടിൽ മാത്രം ഷൂട്ട് ചെയ്താൽ അൾജീരിയയിൽ തുടങ്ങി, പിന്നെ ജോർദാൻ. അപ്പം ഇതൊരു സിനിമയോടുള്ള ഒരു വലിയൊരു സമരമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഷൂട്ടിംഗ് ഒരു വലിയൊരു യുദ്ധമായിട്ട് തന്നെ എല്ലാവരും കണ്ടു. തീർച്ചയായിട്ടും ആ യുദ്ധത്തിനൊരു അന്ത്യമുണ്ടായി. ആ അന്ത്യം വിജയമായി മാറിയെന്നുള്ളപ്പോഴാണ് നമുക്ക് സന്തോഷം വരുന്നത്. തീർച്ചയായിട്ടും അവിടെ ഒരു പരാജയമല്ല, വിജയമായി മാറി. സാറിനെ സംബന്ധിച്ചിടത്തോളം ചെയ്തു വെച്ചിരുന്ന സിനിമ നേരത്തെ പറഞ്ഞു, കാഴ്ചയിൽ നിന്നും തുടങ്ങുന്നു, സംവിധായകനായി തുടങ്ങുന്നു, തന്മാത്ര ഉൾപ്പെടെ അങ്ങനെ പല സിനിമകൾ, ഇവൻ ഉൾപ്പെടെ പല സിനിമകൾ ചെയ്തു വരുമ്പോൾ സാറിൻ്റെ മനസ്സിൽ ഏറ്റവും ആഴത്തിൽ തറച്ചിരിക്കുന്ന സിനിമ ഇതായിരിക്കുമെന്ന് പറയാൻ കഴിയില്ല? ഇതിനെ ആ രീതിയിൽ ഞാൻ കാണണമെങ്കിൽ കുറച്ച് നാളൂടെ കഴിയണം. കാരണം ഇതൊരു സിനിമ ഇപ്പം കാഴ്ച എനിക്കിപ്പോൾ കാണുമ്പം എനിക്ക് അത് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. തന്മാത്ര കാണുമ്പോൾ എനിക്ക് മനസ്സിലാക്കാം. ഇങ്ങനെ സിനിമകളൊക്കെ നമ്മൾ എൻജോയ് ചെയ്യുന്ന ഒരു ഘട്ടം ഉണ്ട്. അത് കുറച്ച് നാൾ കഴിയുമ്പോഴാണ്. ഇതൊരു സിനിമ എന്നുള്ള രീതിയിൽ ഇതിനെ നല്ല രീതിയിൽ ഞാൻ കാണുന്നത് കുറച്ചുകൂടെ കഴിയുമ്പോഴുണ്ടാവുള്ളൂ. കാരണം ഇപ്പം ഞാൻ ഇതിൻ്റെ ഓരോ പ്രോസസ്സിലായിരിക്കും. ഒരു കാണുമ്പം ഇപ്പം ഈ ലാസ്റ്റ് ഞാനൊരു 3-4 ദിവസങ്ങൾക്ക് മുമ്പ്, ഒരാഴ്ചയ്ക്ക് മുമ്പാണ് ഞാനിവിടെ ക്യൂബ് തിയേറ്ററിൽ ഇത് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ പോലും നമുക്ക് സംശയം, വീണ്ടും എടുത്ത് നമ്മൾ നോക്കും, അല്ലെങ്കിൽ അവിടെ അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു പരീക്ഷണം എന്നുള്ള രീതിയിലാണല്ലോ സിനിമയെ നമ്മൾ അതിൻ്റെ പ്രൊഡക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രോസസ്സ് നമ്മളിതിൻ്റെ അകത്തെ കുറ്റങ്ങളും കുറവുകളും ആയിരിക്കും നമ്മളെ ഇങ്ങനെ അലട്ടുന്നത്. അതിൽ നിന്നൊക്കെ ഒന്ന് മാറി ഒരു സിനിമ സാധാരണക്കാർ പ്രേക്ഷകർ കാണുന്ന പോലുള്ളൊരു
ആസ്വാദനത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാലം കഴിയും. തീർച്ചയായും അങ്ങനെയാണ് സാറ് എല്ലാ സിനിമയും അല്ലേ? സാറിൻ്റെ എല്ലാ സിനിമകളും അങ്ങനെ തന്നെ വിലയിരുത്തിയിട്ടുള്ളത്. അതെ. ഈ സിനിമ കഴിഞ്ഞതിന് ശേഷം, ഇന്നലെ ആയിരുന്നുള്ളൂ ഫസ്റ്റ് ആളുകൾ കണ്ടതിന് ശേഷം, സാറിന് ആദ്യം വരുന്നൊരു കോൾ ആരുടെയായിരിക്കും? ഈ സിനിമയുടെ ഈ സിനിമ പ്രദർശനം തുടങ്ങുമ്പോൾ ഞാൻ ഈ പ്രദർശനശാലകളുടെ എവിടെയും ഇല്ല, ഞാൻ നാട്ടിലാണ്. നാട്ടിൽ തിരുവല്ലയിലും പള്ളിയിലാണെന്നാണ്. അതെ. അപ്പം അത് കഴിയുമ്പോൾ ഞാൻ അവിടുന്ന് തിരിച്ച് ഞാൻ എറണാകുളത്തേക്ക് വരുമ്പോഴാണ് എനിക്ക് നമ്മുടെ ക്രൂവിൽ നിന്ന് തന്നെയാണ് വിവേകാണ് എനിക്ക് ആദ്യം മെസ്സേജ് അയക്കുന്നു, വിളിക്കുന്നു, ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു എന്നുള്ളതും ഇന്ന സ്ഥലത്തൊക്കെ ക്ലാബ്സ് ഉണ്ടെന്നൊക്കെ പറയുന്നതൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അത് പിന്നെ സെക്കൻഡ് ഹാഫിൻ്റെ കഴിയുമ്പോഴത്തേക്ക് പിന്നീട് നമുക്ക് കോളുകൾ ഇങ്ങനെ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സാറ് പ്രതീക്ഷിച്ചതിന് അപ്പുറത്തേക്ക് സാറ് ഒരു പ്രതീക്ഷയുണ്ട്, ഒരു സിനിമയ്ക്ക് പ്രതീക്ഷ ഉണ്ടാവും, അതിൻ്റെ അപ്പുറത്തേക്ക് ആയി എന്ന് വിശ്വസിക്കുന്നുണ്ട് ഇപ്പോഴെങ്കിലും ഈ സിനിമ? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാനിത് ഇങ്ങനെ എനിക്ക് ഫോൺ കോളുകൾ കിട്ടുന്നതല്ല, ഞാൻ നേരിട്ട് കാണുകയോ അനുഭവിക്കുകയോ ചെയ്തിട്ടില്ല ഇതുവരെ. അതെ. അപ്പോൾ അത് ആൾക്കാരുടെ റെസ്പോണ്ട് ചെയ്യുന്നതിൽ നിന്ന് മനസ്സിലാക്കുന്നത് വലിയ രീതിയിലുള്ള അത് കേരളത്തിൽ മാത്രമല്ല, ഇത് റിലീസ് ചെയ്ത എല്ലാ സെൻറ്ററുകളിലും US നിന്നാണേലും കാനഡയിൽ നിന്നാണേലും UK നിന്നാണേലും ഈവൻ നോർത്ത് ഇന്ത്യയിൽ നിന്നാണേലും അങ്ങനെ കർണാടക എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നും ആ രീതിയിലുള്ള ഒരേപോലെയാണ്. അപ്പം ഈ സിനിമ തീർന്നു കഴിഞ്ഞിട്ട് എല്ലാവരും നിന്ന് കൈയടിക്കുന്നു എന്ന് പറയുന്നത് ഒരു തിയേറ്ററിൽ മാത്രമല്ല, ഇത് റിലീസ് ചെയ്ത എല്ലാ തിയേറ്ററിലുമാണ്. അതാണ് ഏതാണ്ടൊരു 10,000-2,000 സ്ക്രീനിൽ ഇപ്പം ലോകമെമ്പാടും കളിക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ കരഞ്ഞ മുഹൂർത്തമുണ്ട് സിനിമയിൽ. ഞാൻ കുറേ കരഞ്ഞു. എനിക്കിന്നിപ്പോൾ ഹക്കീമിൻ്റെ ഇൻ്റർവ്യൂ എടുക്കാൻ പൂർത്തീകരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നു. എനിക്ക് ഭയങ്കര ഫീൽ ഉണ്ടാകുന്ന കുറേ സീനുകളുണ്ട്. എനിക്ക് ഏറ്റവും ഫീൽ ഉണ്ടായ 2-3 കാര്യങ്ങൾ പറയുമ്പോൾ സാറിന് അവിടെ എങ്ങനെയാണ് ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, നജീബിനെ ഈ അറബാബ് വന്നിട്ട് വഴക്ക് വന്നിട്ട് ആട് പോയി കഴിഞ്ഞപ്പോൾ ആടിനെ പിടിക്കാൻ പറ്റും, ഒരാട് വരുന്നുണ്ട്. അത് നമ്മൾ കൈയടിക്കുന്നപ്പോൾ കരയുവാണ്. ആട് ഒരു മനുഷ്യ സ്നേഹത്തിനപ്പുറം മൃഗസ്നേഹം കാണിക്കുവാണ് ആട് വരുന്ന ആ സാർ. അത് നമ്മളെ കണ്ണിൽ നിന്നും വെള്ളം വന്നില്ലെങ്കിൽ ഒരു മനുഷ്യനായിട്ട് നമ്മൾ ഉൾക്കൊള്ളാൻ കഴിയില്ല സാർ. ഈ സിനിമയിൽ എഴുതിയപ്പോൾ അത് പുസ്തകത്തിലില്ലാത്തൊരു സീൻ. അതെ. ഞാൻ എനിക്ക് ചോദിക്കുമ്പോൾ ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു സീനാണത് എഴുതിയതിൽ. കാരണം എനിക്കങ്ങനെ ഒരു അത്തരത്തിലുള്ള ഒരു സ്നേഹം മനുഷ്യന് അപ്പുറമായിട്ട് ഒരു ജീവജാലങ്ങൾക്ക് സഹജീവികളോടുള്ളൊരു സ്നേഹം കാണിക്കുന്ന അതിൽ വലിയൊരു ആത്മീയതയുണ്ട്. ഈശ്വരൻ്റെ മുന്നിൽ മൃഗവും മനുഷ്യനും ഒക്കെ ഒന്നാണല്ലോ. അപ്പം അത്തരത്തിൽ കാണാവുന്ന തരത്തിലുള്ള അതിൻ്റെ അകത്തൊരു സ്പിരിച്വാലിറ്റി എനിക്ക് അതിൻ്റെ അകത്ത് അത് എഴുതുമ്പം എനിക്ക് ഫീൽ ചെയ്തിരുന്നു. അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്രയധികം നമുക്കങ്ങനെ പറയാൻ പറ്റത്തില്ല, ഈ ഒരു ഇതല്ല. പക്ഷെങ്കിൽ ഇതിൻ്റെ ഒരു ആദ്യത്തെ പ്രോസസ്സിൽ തന്നെ നമ്മളിത് എഡിറ്റിന് ശേഷം അത് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ദുഃഖകരമായൊരു പ്രയാസം എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞാട് 1-2 ദിവസമായിട്ട് ആൾക്കാരുമായിട്ട് ഈ ആടുകളെ കൊണ്ട് അഭിനയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പരിപാടിയാണ്. അതത്ര ഒരു പട്ടിയോ പൂച്ചയോ മറ്റു മൃഗങ്ങളോ കുരങ്ങോ ഒക്കെ ആദ്യം നമ്മളൊരു ട്രെയിനറെയൊക്കെ കൊണ്ടുവരുന്നു. പക്ഷെ പുള്ളി അതിൻ്റെ അകത്ത് പരാജയമായിട്ട് പുള്ളി തന്നെ പറഞ്ഞ അടുത്ത പ്രാവശ്യം ഞാനില്ല. കാരണം ഇതിനെ കൊണ്ടൊന്നും അങ്ങനെ മേയ്ക്കാനോ മെരുക്കാനോ പറ്റത്തില്ലല്ലോ. ശബ്ദം കേട്ട് അങ്ങനെ റെസ്പോണ്ട് പോലും ചെയ്യാത്തൊരു സാധനമാണിത്. അല്ലെങ്കിൽ അവരുടെ ഭാഷകൾ അല്ലെങ്കിൽ അതൊക്കെ. പക്ഷേ അതിനെ നമ്മൾ ഒരുപാട് കരുതുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്തു. പല രീതിയിൽ നമ്മളത് ഷൂട്ട് ചെയ്തു. ഷൂട്ട് ചെയ്യാനായ വേണ്ടി വലിയ കാത്തിരിപ്പുകളും ഒക്കെ വേണം. അതിനെ ഇങ്ങനെ അടുത്ത് വരിക പോവുക എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ അങ്ങനെ വരത്തില്ലല്ലോ. പക്ഷേ അത് ഷൂട്ട് കഴിഞ്ഞ് എൻ്റെ അടുത്ത ദിവസം ഈ കുഞ്ഞാട് ഇങ്ങനെ വയറിളക്കം വന്ന് എന്നാണ് പറഞ്ഞത്, മരിച്ചുപോയി. വലിയൊരു സങ്കടമായിരുന്നു. കാരണം നമ്മുടെ പ്രത്യേകിച്ച് ഈ സിനിമ കാണുമ്പോഴാണ് ഏറ്റവും വലിയ സങ്കടം. ആ കുട്ടി ഇല്ലല്ലോ എന്ന് തോന്നുന്ന പോലെ ഉള്ളൊരവസ്ഥ. ഇത്രയും നന്നായിട്ട് അങ്ങനെയായിരിക്കും. അതിൽ ഒരുപാട് ആളുകൾ
അറക്കപ്പെട്ടിട്ടുണ്ടാവാം, അതൊക്കെ ആയിരിക്കാം. എന്നാൽ പോലും നമുക്ക് നമ്മുടെ ഒരു അങ്ങനെ ഒരു വല്ലാത്തൊരു ഓർമ്മയൂടെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ആ ഒട്ടകത്തിൻ്റെ നജീബ് യാത്ര പറഞ്ഞ് ഇറങ്ങുമ്പോൾ ആ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഒട്ടകം പെട്ടെന്ന് സ്റ്റക്കാവുന്ന ഒരു സീനുണ്ട്. അതും പ്രേക്ഷകരെ ചിന്തിപ്പിക്കുന്ന ഒരു സീനായിരുന്നു. അത് ആ ഒരു മൂമെന്റ് എങ്ങനെയാണ് സാറ് കണ്ടത് ആ സമയത്ത്? അല്ല, ഇത് നമ്മൾ ഇത്തരം ഒരു സിനിമ ചെയ്യുമ്പോൾ ഈ മൃഗങ്ങളൊക്കെ ആ മൃഗങ്ങളോട് സംസാരിക്കുന്നതിനേക്കാൾ ഉപരി അവർ തിരിച്ചിങ്ങോട്ട് പറയുന്നത് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ലാംഗ്വേജ് ഉണ്ട്. ആ ലാംഗ്വേജിലേക്ക് എത്തുമ്പോഴാണ് സിനിമയ്ക്ക് മറ്റൊരു തലം ഉണ്ടാകുന്നത്. അപ്പം അത് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നതിൻ്റെ അകത്ത് കുറേയൊക്കെ ഈശ്വരാനുഗ്രഹം കൂടാണ്. നമ്മളന്നേരം പല രീതിയിൽ ഇതിനെ തലപൊക്കാനും നോക്കാനും ഒക്കെ ആയിട്ട് പല രീതിയിലുള്ള ടെക്നിക്കുകൾ നമ്മൾ ഉപയോഗിക്കുമെങ്കിൽ പോലും ഇതിങ്ങനെ ഇതിൻ്റെ ഒരു നെക്ക് വലിയൊരു ലോങ് നെക്കായതുകൊണ്ട് ഇതിൻ്റെ ഒരു പ്രോസസ്സ് ഇങ്ങനെ ഒരിടത്തൊന്നും നിൽക്കത്തില്ലല്ലോ. ഇങ്ങനെ പൊങ്ങി താഴ്ന്നു വരുമ്പോഴത്തേക്ക് ക്യാമറയുടെ ഒരു ഫ്രെയിമിൽ നിന്നൊക്കെ മാറി. പക്ഷേ ഭയങ്കരമായിട്ട് നമുക്ക് ആ ഒരു ഷോട്ട് ഇങ്ങനെ വന്ന് കൃത്യമായിട്ട് ഇത്ര സെക്കൻഡ്സ് അതിങ്ങനെ രാജുവിനെ നോക്കി നിന്നു കിട്ടിയെന്നുള്ളതാണ്. അതൊക്കെയാണ് ഇപ്പം ചിലർ കെമിസ്ട്രി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചിലർ ഇതിനെക്കുറിച്ച് നമ്മൾക്ക് തോന്നിയിട്ടുള്ളൊരു നമ്മുടെ ഒരു ദൈവികമായ അല്ലെന്നുണ്ടെങ്കിൽ തമ്പുരാൻ നമുക്ക് അങ്ങനെ തന്നെന്ന് തോന്നും. ഈ നജീബിൻ്റെയും ഹക്കീമിൻ്റെയും കൂടിക്കാഴ്ച അതും നമ്മളെ ഭയങ്കരമായിട്ട് മനസ്സിലാഴത്തിൽ കരയിച്ച ആ കൂടിക്കാഴ്ച ഫ്രെയിമുകളുണ്ടല്ലോ, അത് സാറിന് എഴുതി വെച്ചതുപോലെ തന്നെ വേണമെന്ന് സാറിന് നിർബന്ധമായിരുന്നു പറഞ്ഞു. ആ ഫ്രെയിമുകൾ കാണുമ്പോൾ അങ്ങനെ എഴുതിയ ആ ഫ്രെയിം കൊണ്ട് ഒരു ബ്യൂട്ടി ഇല്ലായിരുന്നു സാർ, ഉറപ്പാണ്. അല്ല, അതൊരു വലിയൊരു എനിക്ക് തോന്നുന്നു നമ്മുടെ സുനിലിൻ്റെ ഒരു വലിയൊരു ഏറ്റവും മനോഹരമായൊരു ചില വർക്കുകളിൽ ഒന്നാണത്. ആ പ്രദേശം മുഴുവൻ അത് ചെറിയ കാര്യമല്ല. അതിൻ്റെ ഒരു പ്രോസസ്സ് ഒരു 5-6 ദിവസം കൊണ്ട് ആ ഒരു ലൈറ്റിൽ ഇങ്ങനെ തുടർച്ചയായിട്ട് എടുത്താണ്. അല്ല, ഒരു ദിവസമോ 2 ദിവസം കൊണ്ട് എടുത്തല്ല. അപ്പോൾ തന്നെ അതിൻ്റെ ഒരു അധ്വാനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഏരിയ മുഴുവൻ നമുക്ക് വെറ്റി വയ്ക്കണമായിരുന്നു. അതങ്ങനെ VFX-ലോ ഗ്രാഫിക്സിലോ ഒന്നും അതല്ല. കാരണം മണ്ണിൻ്റെ ആ ഇതിലെ കളർ കറക്റ്റ് കോമ്പിനേഷൻ വരുത്താനായിട്ട് ഇവരുടെ ആ വലിയ ടാങ്കർ ലോറി ഉപയോഗിച്ച ആ പ്രദേശം മുഴുവൻ നമുക്ക്. അപ്പം അന്നത്തെ ഒരു വലിയ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അതിന് തന്നെ ഒരു 2 മണിക്കൂർ സമയം എടുക്കണം. ഈ പോസും വയലും കാര്യം അതൊരു വലിയൊരു പ്രോസസ്സായിരുന്നു. പക്ഷേ ഇതെങ്ങനെ ചെയ്യണമെന്നൊന്നും നമുക്ക് തോന്നിയില്ല. ചെയ്യണമെന്ന് വിചാരിച്ചാൽ ചെയ്യണം. പക്ഷേ അതിൻ്റെ റിസൾട്ട് അതിൻ്റെ മനോഹാരിത പ്രത്യേകിച്ച് നമുക്ക് അത് കിട്ടിയെന്നുള്ളതാണ്. പക്ഷെ അന്ന് ചിലർക്ക് തോന്നിയിട്ടുണ്ടാവും വിനോദ് ഭ്രാന്താണ് ഇത്രയും മരുഭൂമി വെള്ളം കൊണ്ട് നനയ്ക്കാൻ നോക്കുന്നതെന്ന് വെച്ചാൽ മഴ പെയ്തതിന് ശേഷമാണല്ലോ. മഴ പെയ്തതിന് ശേഷം ഉണ്ടാകുന്ന ചില എന്താ പറയുക മേഘങ്ങൾക്കിടയിൽ നിന്നുള്ള ചില കീറലുകളിലൂടെ അരിച്ചിറങ്ങുന്ന വെളിച്ചം എന്നൊക്കെ പറയുന്നില്ലേ, അങ്ങനെയുള്ളൊരു ഒരു മാജിക്കൽ അവർ മാതിരിയെ കിട്ടിയൊരു സ്ഥലമാണ് അത്. ഗംഭീര ഫ്രെയിമാണ് സാറുമുള്ള ഗംഭീര. അങ്ങനെ ചില ആൾക്കാർ വെച്ച് എന്താണ് പറ്റുന്നൊക്കെ ചോദിക്കാമല്ലോ, ഇത്രയും നനയ്ക്കണമല്ലോ, നിസ്സാര ഏരിയ അല്ല നനയ്ക്കാൻ. കുറച്ച് ഭ്രാന്തുണ്ടെങ്കിൽ ഇതൊക്കെ നടക്കുള്ളൂ. ഒരുപാട് ബുദ്ധിയുള്ളവർക്ക് പറ്റുന്നതല്ല, ചില മണ്ടന്മാർക്ക് പറ്റുന്ന കാര്യങ്ങൾ. അയ്യോ അങ്ങനെയല്ല സാർ. ഈ രാജുവിൻ്റെ നമ്മൾ സിനിമയിൽ കാണുന്ന രാജുവിൻ്റെ ലാസ്റ്റ് ആ പാൻസ് വള്ളിയിട്ട് മുറുക്കുന്നൊരു സീനുണ്ടല്ലോ, അത് തിയേറ്ററിൽ സാർ ഇതുവരെ തിയേറ്ററിൽ ഓഡിയൻസിൻ്റെ കൂടെ ഇരിക്കാത്തതുകൊണ്ടാണ് ഈ വിഷയങ്ങൾ വരുന്നത്. അവിടെ ഇരുന്ന് കൈയടിക്കുന്നതോടൊപ്പം കരയാത്ത ആരുമില്ലായിരുന്നു. രാജുവിനെ അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ഒരു ശരീരം ക്ഷീണിച്ച് വന്ന് കണ്ടു കഴിയുമ്പോൾ സാർ എന്താണ് രാജുവിൻ്റെ അടുത്ത് പറഞ്ഞത്? ഇല്ല, അത് നമുക്ക് എനിക്കങ്ങനെ ഒരു രാജുവിനെ അങ്ങനെ കാണുമ്പോൾ അങ്ങനെ ഒരു വിഷമമൊന്നും ഉണ്ടായില്ല. അങ്ങനെ വിഷമം ഉണ്ടായിക്കഴിഞ്ഞാൽ പറ്റത്തില്ലല്ലോ. അല്ല, കണ്ടു കഴിഞ്ഞപ്പം നമുക്ക് നമ്മളുടെ ആ ഒരു റിസൾട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മൾ അതുണ്ടാക്കുന്ന ഒരു എക്സൈറ്റ്മെൻറ്റിലേക്ക് തന്നെ നമ്മൾ പോയെ. കാരണം ആ സമയത്ത് ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമധികം അധ്വാനം. ഞാനതൊരു പിന്നീട് ഒരു ലേറ്റർ സ്റ്റേജിൽ ആ സീക്വൻസുകൾ സംസാരിക്കാൻ പറ്റും. കാരണം ഇപ്പം സിനിമ ഇങ്ങനെ അതിൻ്റെ ഒരു രസം നഷ്ടപ്പെടുത്തുന്ന തരത്തിൽ അതൊരു വലിയൊരു ഒരു യൂണിറ്റിൻ്റെ വലിയൊരു പ്രോസസ്സിൽ കൂടെ കടന്നുപോയ ദിവസങ്ങളാണ് അതിൻ്റെ ഷൂട്ട് എന്നൊക്കെ പറഞ്ഞാൽ. അത് അത് അച്ചീവ് ചെയ്തു എന്ന് പറയുന്നത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. കാരണം അത്രയധികം ഒരു ദുർഘടഘട്ടത്തിലൂടെ രാജു ഒരു മനുഷ്യൻ സഞ്ചരിക്കുകയും അതിനെ ഒരു ഫുൾ യൂണിറ്റ് സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്ത വലിയൊരു പ്രിപ്പറേഷനുണ്ട്. അതെനിക്ക് തോന്നുന്നു പിന്നീട് ഒരു സമയത്ത് നമുക്ക് സംസാരിക്കാം. ഹക്കീം ഒന്നും പറയാനില്ല സാർ, ഗംഭീരമായിട്ട് ചെയ്തു.
ഹക്കീമിനെ ഓഡിഷനിൽ കൂടിയാണ് കണ്ടുപിടിച്ചത്. സാർ എങ്ങനെയാണ് ഹക്കീം മതി എന്ന് തീരുമാനിക്കാൻ കാരണം? പലപ്പോഴും ഇവിടെയൊക്കെ നമുക്ക് അറിയാതെ ചില ഇൻഡ്യൂഷൻസ് നമുക്ക് തോന്നാറുണ്ട്. അപ്പം പലപ്പോഴും എനിക്ക് അങ്ങനെ ഒരാളിലേക്ക് എത്താൻ ഒത്തിരി വലിയ പ്രകടനം വേണ്ടി വരത്തില്ല. ഞാൻ എപ്പോഴും അതിശയത്തോട് ഓർക്കാറുള്ളത്, കാഴ്ചയിൽ ഈ കൊച്ചുണ്ടാപ്രി ഗുജറാത്തി പയ്യനെ ഞാൻ എടുക്കുന്നത് അതിൽ ഈ മട്ടാഞ്ചേരിയിലെ ഈ ഗുജറാത്തി സ്കൂളിലെ കലോത്സവത്തിൻ്റെ ഒരു വീഡിയോ എനിക്ക് കിട്ടി. അതിൽ പെർഫോം ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്, അവരെ കാണാനായിട്ടാണ് എടുക്കുന്നത്. അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ സ്റ്റേജിൻ്റെ സൈഡിൽ ഒരു പയ്യൻ ഇങ്ങനെ, ആ ക്യാമറ അവിടെയാണ് വെച്ചിരുന്നത്, ഈ പയ്യൻ ഇരിക്കുന്നത്, ഇവൻ ഇങ്ങനെ താളം തട്ടുന്നു കാല് വെച്ചിട്ട്. അപ്പം ആ സ്റ്റേജ് വേറൊരു പയ്യനാണ് ഡാൻസ് ചെയ്യുന്നത്, പക്ഷെ ഇവൻ്റെ ഒരു താളം തട്ടലുണ്ട് ഇതിൻ്റെ അനുസരിച്ച്. ഇതാ എൻ്റെ കണ്ണിപ്പെടുന്നത്. പിന്നീട് ഇവൻ്റെ തന്നെ വേറൊരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇവൻ്റെ ഒരു ഇവനായിരിക്കും നമ്മുടെ ആ പയ്യെന്ന് എനിക്ക് തോന്നുകയും അവനിലേക്ക് എത്തുകയൊക്കെ ചെയ്യുന്നത്. എനിക്കും പലപ്പോഴും അതിശയം തോന്നിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞതിനോട്ട് എൻ്റെ ഒരു 500ഓളം കുട്ടികളെ ഈ പ്രായത്തിലുള്ള 18-നും 20-നും 22-നും ഒക്കെ ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികളെ ഓഡിഷൻ ചെയ്യുകയുണ്ടായി. അപ്പം അതൊന്നും നമുക്കൊരു തീരുമാനത്തിലെത്താതിരുന്ന സമയത്താണ് കാലിക്കട്ട് വന്ന ഒരു സുഹൃത്ത് ഇങ്ങനെ ഒരു പയ്യനെക്കുറിച്ച് പറയാൻ ഞാൻ അയക്കാൻ പറഞ്ഞു. അയാൾ വന്ന് ഞാനുമായിട്ടിങ്ങനെ സംസാരിച്ചിരുന്നു. അപ്പം ഞാൻ പല കാര്യങ്ങളും ചോദിച്ചറിഞ്ഞു. അപ്പോൾ അവനെ എന്തോ എനിക്കൊരു കാഴ്ച, അവനോടൊരു ഇഷ്ടം തോന്നുന്ന തരത്തിലുള്ളൊരു ബിഹേവിയർ അവനുണ്ടായിരുന്നു. അപ്പം ആ ഇഷ്ടമാണല്ലോ പ്രേക്ഷകർക്കും, ആ ഇന്നസെൻ്റായിട്ടുള്ളൊരു മുഖമാണല്ലോ ആവശ്യമെന്ന് തോന്നി. അവൻ്റെ അടുത്ത് പെർഫോം ചെയ്യാൻ പറഞ്ഞപ്പം അവൻ എൻ്റെ നേരെ ചാടി വരുന്നത് പോലെയുള്ള ഒരു ആക്ഷനോടുകൂടി ചില പെർഫോമൻസൊക്കെ നടത്തുന്നുണ്ടായി. അപ്പം എനിക്ക് രണ്ടാമത് തോന്നി, അവൻ അങ്ങനെ എന്നെ പേടിപ്പിക്കുന്ന തരത്തിൽ പെർഫോം ചെയ്യാനായിട്ടുള്ള ഒരു ധൈര്യം ഉണ്ടായില്ല. ആസ് ആൻ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഇൻഹിബിഷൻ ഇല്ലാതെ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് അദ്ദേഹത്തിന് കൊടുത്ത ഈ മാർക്കുകളെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ അഭിനയിപ്പിച്ച് നോക്കി, അത് ഷൂട്ട് ചെയ്തു. അങ്ങനെയാണ്. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? വളരെ അധികം സന്തോഷമുണ്ട്. കാരണം പ്രേക്ഷകർ എല്ലാവരും ഒരേ പോലെ തന്നെ ഒരേ അഭിപ്രായത്തിൽ ഈ സിനിമയെ സ്നേഹിക്കുന്നു, മാനിക്കുന്നു. ഇത് എല്ലാവരുടെയും, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഈ അതിജീവനം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒക്കെ ഇപ്പോഴത്തെ ഏറ്റവും കാലഘട്ടത്തിലുള്ള പെട്ടെന്ന് മനുഷ്യർ ഡിപ്രഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ ജീവിതത്തിൽ പരാജയത്തിൻ്റെ പിന്നിൽ നമ്മൾ തകർന്നു പോവുക, പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞാൽ ആത്മഹത്യ ചെയ്യുക, ഒരു പ്രണയം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാനസിക വിഭ്രാന്തി ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് തരത്തിൽ മനുഷ്യൻ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ പ്രതിസന്ധിയെ അതിജീവിക്കുക എന്നുള്ളത് ആണ് നമുക്ക് ഈ ജീവിതത്തിൽ നേടിയെടുക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് നജീബ്. അതിനെ കുറച്ചും കൂടെ വ്യാപ്തിയിൽ പറയാനായിട്ട് ഈ സിനിമ ശ്രമിച്ചു, അത് പ്രേക്ഷകർ ഏറ്റെടുത്തു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഇതൊരു സിനിമയേക്കാൾ അപ്പുറമായിട്ട് ഇതിനിങ്ങനെ വലിയൊരു മെസ്സേജ്, ഒരു പ്രതീക്ഷ, ഹോപ്പ് എന്ന് പറയുന്നത് ലോകത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ ഈ ഒരു വലിയൊരു പുണ്യമായിട്ട് കരുതുന്നു. തീർച്ചയായിട്ടും ഈ സഹകരണം ഉണ്ടാവണം. കൂടുതലായിട്ട് എല്ലാ ആശംസകളും, പ്രത്യേകിച്ച് ഈ നോമ്പുകാലം, ഈസ്റ്ററിൻ്റെ അനുഭവങ്ങൾ, ഇനി വിഷുവിൻ്റെ അനുഭവങ്ങൾ, അങ്ങനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറേ ഫെസ്റ്റിവലുകൾ ഇങ്ങനെ നിരന്നു വരികയാണ്. അപ്പോൾ അവിടെയൊക്കെ ഈ ആടുജീവിതം ആഘോഷിക്കപ്പെടുവാൻ സാധിക്കട്ടെ. അവിടെയൊക്കെ നിങ്ങളോടൊപ്പം ഞങ്ങളുടെ ഒരു വലിയൊരു ടീമും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെ. തീർച്ചയായിട്ടും പറഞ്ഞ പോലെ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി ഇന്ന് കാണുക. തിയേറ്ററിൽ കാണേണ്ട ഒരു സിനിമയാണ്. കണ്ടതുകൊണ്ടാണ് പറയേണ്ടത്. ഒന്ന് കണ്ടാൽ 2 പ്രാവശ്യം കാണാൻ തോന്നുന്ന സിനിമ. അപ്പം സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും. സാറ് പറഞ്ഞ പോലെ എല്ലാ ഫെസ്റ്റിവലും ആഘോഷിക്കാൻ ഈ സിനിമ സ്ക്രീനിൽ തെളിഞ്ഞ് തന്നെ നിൽക്കട്ടെ. ഇതിൻ്റെ 100ാം ദിവസമൊക്കെ ആഘോഷിക്കാൻ, അപ്പുറത്തേക്കുള്ള ദിവസം ആഘോഷിക്കാൻ ജഗദീശൻ നമുക്ക് അനുഗ്രഹം തരട്ടെ. താങ്ക് യു സാർ. താങ്ക് യു.